തിരുപ്പിറവിയുടെ ഓർമ്മകളിൽ ക്രിസ്മസ് ആഘോഷിച്ച വിശ്വാസികൾ കോഴിക്കോട്ടെ വിവിധ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടന്നു. ദേവമാതാ കത്തീഡ്രലിൽ കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും വർഷയുണ്ട്. വർഷ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. എങ്ങനെയാണ് കോഴിക്കോട്ടെ ക്രിസ്മസ് വിശേഷങ്ങൾ? വിശ്വാസികളുടെയൊക്കെ ഒരു തിരക്കാണ് പള്ളികളിലേക്ക്. രാവിലെ തന്നെ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഉണ്ടല്ലോ. അതെ, ഹാപ്പി ക്രിസ്മസ്. ഞാനിപ്പോൾ ഉള്ളത് ദേവമാതാ കത്തീഡ്രലിലാണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ പ്രത്യേക പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ വേണ്ടി വിശ്വാസികൾ എത്തുന്നുണ്ട്. രാവിലെ 7:30 ആദ്യ കുർബാന. ഇംഗ്ലീഷ് കുർബാനയാണ് ഇവിടെ ഉള്ളത്. പിന്നീട് 9:30 മലയാളം കുർബാന ഉള്ളത്. എന്തായാലും നിരവധി വിശ്വാസികളാണ് ഇതിനോടകം തന്നെ പള്ളിയിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ 7 കൂടി തന്നെ കുർബാന ആരംഭിക്കും. ഇന്നലെ ഇവിടെ തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളും ചടങ്ങുകളും എല്ലാം ഉണ്ടായിരുന്നത്. ദേവമാതാ കത്തീഡ്രലിൽ കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലാണ് ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം നൽകിയത്. കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു ക്രിസ്മസ് കൂടിയാണ് ഇത്തവണ. കാരണം കോഴിക്കോട് അതിരൂപതയായി തിരഞ്ഞെടുക്കപ്പെട്ടതും അതേപോലെ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ആർച്ച് ബിഷപ്പായി മാറി എന്നുള്ള പ്രത്യേകത കൂടി എല്ലാം ഈ ഒരു ക്രിസ്മസിനുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് KCBC പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. അങ്ങനെ പല പ്രത്യേകതകളും സന്തോഷങ്ങളും ചേർന്നൊരു ക്രിസ്മസ് ദിനമാണ് ഇന്ന് കോഴിക്കോട്ട് വിശ്വാസികളെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ആഘോഷം ഇരട്ടിയാണെന്ന് തന്നെ പറയാം. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള എല്ലാതരം പരിപാടികളും അല്ലെങ്കിൽ വർണ്ണശബളമായ രീതിയിൽ ആഘോഷിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കോഴിക്കോട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സമാപനമായിരുന്നു ഇന്നലെ രാത്രി എന്ന് പറയാം. ഇന്നിപ്പോൾ വീണ്ടും പ്രാർത്ഥനകളിലേക്കെല്ലാം വിശ്വാസികൾ മുഴുകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാവിലെ തന്നെ നിരവധി പേർ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യ കുർബാന ഇംഗ്ലീഷ് കുർബാന അല്പസമയങ്ങൾക്കകം 7:30 കൂടി തന്നെ തുടങ്ങുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ ദേവമാതാ കത്തീഡ്രലിനെ സംബന്ധിച്ച് ഇംഗ്ലീഷ് കുർബാന വളരെ പ്രസിദ്ധമാണ്. നിരവധി വിദേശികളാണ് ഈ ഒരു പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ ഒരു പള്ളിയിലേക്ക്, ഈ ഒരു കത്തീഡ്രലിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ ക്രിസ്മസ് ആഘോഷം നല്ല രീതിയിൽ തന്നെ കോഴിക്കോട് മുന്നോട്ട് പോവുകയാണ്.